അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മുടെ റോക്കി ജോക്കി എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ശരിക്കും ആളുടെ സ്വഭാവപ്രകാരം റോക്കി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതും പറഞ്ഞ് KGF മറ്റേ യാഷിൻ്റെ ആ ഒരു സ്റ്റാർ വാല്യൂ ഒന്നും അവന് കൊടുക്കേണ്ട കാര്യമില്ല. അവൻ്റെ വിചാരം അവൻ റോക്കിയാണെന്നാണ്, ശരിക്കും റോക്കിയാണെന്നാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമില്ല, സാധാ റോക്കി. അപ്പം അദ്ദേഹം ആദ്യം പറയുന്നത് മാന്യമായ കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ച് തുടങ്ങിയത്. പിന്നീട് കുറച്ച് ഹീറ്റായി, ചൂടായി. ശരിക്കൊരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്ത പോലെയാണ് ആ സിറ്റുവേഷനിൽ റോക്കി അവിടെ ഒന്ന് ഫയർ ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രമോക്കിംഗ് ആണ് അത്. ശരിക്കും ഒരു 100 വോൾട്ടേജുള്ള പ്രമോക്കിംഗ് ആണ്. ആരായാലും ഒന്ന് ചൊറിഞ്ഞ് കഴിയുമ്പോൾ ഒരു അറ്റാക്ക് തിരിച്ച് ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ് റോക്കി അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഫൈറ്റിങ്ങിന് വേണ്ടി തന്നെ എന്തോ ക്രിയേറ്റ് ചെയ്തൊരു ഫൈറ്റിങ്ങിന് വേണ്ടി, അതായത് നമ്മൾ എന്താ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യും എന്നുള്ള മൈൻഡോട് കൂടി തന്നെ വന്നിട്ടാണ് ആ പ്രമോക്കിങ് തുടങ്ങിയത്. ആഹാ, ഇവർക്കൊക്കെ ഇത്ര കാണിക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഫൈറ്റ് ചെയ്തൂടെ എന്നൊരു മൈൻഡിലാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്നും പറയാനില്ല. ശരിക്കും ഒരു ഇടി ഉറപ്പാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്ന ഒരു സംഭവം തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇല്ലേ, തല്ലുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മാതുക, പിച്ച, പിന്നെ കടിക്കുക എന്നൊക്കെ പറഞ്ഞ സീനിൽ എന്തോ പട്ടിക്ക് പിടിച്ച പോലെയാണ് കാണിച്ചു വിടുന്നത്. റോക്കിയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണായി പോകും. ഒരു സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാമാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറന്നുപോയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണിച്ചു വിടുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞ് സിജോനെ ചൂടാക്കി ശരിക്കും. അപ്പോൾ സിജോ പ്രതികരിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോ കൈയെടുത്തിട്ടില്ല, വായിൽ നാവ് മാത്രമേ ഉള്ളൂ. കാരണം സിജോനെ കുറച്ച് മാന്യത ഉണ്ട് ആ ഗെയിമിനോട്. അതുകൊണ്ട് മാത്രമാണ് അത് തിരിച്ച് കൈ പ്രയോഗിക്കാഞ്ഞത്. എന്തോ ചീനച്ചെടിയിൽ മീൻ വറക്കാനിടുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ചൂടാവൂലേ ചെറുതായിട്ട്. അപ്പം അതുപോലെ ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രേക്ഷകരൊക്കെ ഇനി എന്താണെന്നുള്ളൊരു ഇനി അടുത്ത് എന്താണ് സംഭവിക്കാമെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അപ്പുറം ജാസ്മിനും മറ്റേ ടീമൊക്കെ നൈസായിട്ട് ഒതുങ്ങിക്കൂടി അവിടെ ഇരിപ്പുണ്ട്, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള മൈൻഡിൽ. കുറേ ആൾക്കാർ അതിനകത്ത് ഒതുങ്ങി നൈസായിട്ട് ഇടി കാണാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും റോക്കിക്ക് 2 റൺ കിട്ടിക്കോട്ടെ എന്നുള്ള മൈൻഡുള്ള ആൾക്കാരുണ്ട്. സിജോ ഒരു പഞ്ചഭാവമാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല മാന്യമായ രീതിയിലുള്ള ഗെയിമാണ് കളിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അധികം എതിരാളികൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ലെന്നാണ് നമ്മുടെ പ്രേക്ഷകർക്കും പിന്നെ എനിക്കും തോന്നിയേക്കണത്. തീർച്ചയായിട്ടും അങ്ങനെ ചൂടായി വന്നപ്പോൾ തന്നെ ഒരു മീനങ്ങൾ എടുത്തിട്ട്, എൻ്റെ പൊന്നോ സിജോ ആട്ടും തോലിട്ട ചെന്നായാണെന്ന് മനസ്സിലാക്കൊള്ളുന്നതാണ് നാട്ടുകാരൊക്കെ മനസ്സിലാക്കിക്കോട്ടെന്നാണ് നാട്ടുകാരെന്നാണ് പ്രേക്ഷകർ. റോക്കി ബായ് പറയണതാണ് അതിന്ന് ആട്ടും തോലിട്ട ചെന്നായിനെന്ന് സിജോയുടെ പുറത്ത് കാണിക്കും എന്നുള്ളതാണ് റോക്കി ബായ് ബലവത്തായി സംസാരിക്കണത്. ഗംഭീര പ്രമോക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. ഇടി എന്ന് പറഞ്ഞാൽ ഇടി, അസലിടി. എനിക്ക് തോന്നണത് അതിൻ്റെ അകത്തെ പെൺപിള്ളേര് കയറി റോക്കിനെ പിടിച്ച് എന്തോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, പിണങ്ങിയിട്ടുണ്ടാവും. എല്ലാ ദേഷ്യം കൂടിയിട്ട് ആരെങ്കിലും മേത്ത് തീർക്കണമല്ലോ ഈ സംഭവം. അപ്പൊ റോക്കി നൈസായിട്ട് കിട്ടിയത് ഈ പാവപ്പെട്ടവനാണ്. വേറെ ജിൻഡോനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റടിക്ക് ആള് തീർന്നു പോകും. ജിൻഡോന്റെ എന്നുള്ള ഇടിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ജിൻഡോനെ ക്ഷമയുള്ളതുകൊണ്ട് ഇടിക്കൂല, അതുകൊണ്ട് ജിൻഡോനോട് വെക്കിട്ടാറാൻ നിൽക്കൂല. അദ്ദേഹത്തിന് അത്യാവശ്യം കുറച്ച് തലച്ചോറും കുറച്ച് ആരോഗ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോട് ചൂടാൻ നിൽക്കൂല. അതുകൊണ്ട് ആകെ ഈ പാവപ്പെട്ടവനോട് എങ്ങനെയെങ്കിലും വെക്കിട്ടേറി അവരുടെ മേത്തുള്ള വാശി മുഴുവൻ ഇവൻ്റെ തീർക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണ്. അപ്പൊ ഈ പ്രമോക്കിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഇടി വീഴാം, എപ്പോൾ വേണമെങ്കിലും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർ പ്രഷർ കയറിയിട്ടുണ്ടല്ലോ, അവരും കൂടി ചൂടായിക്കൊണ്ടിരിക്കണതിനൊപ്പം തന്നെ ഈ ജാസ്മിനും ടീമും പിന്നെ വേറെ ഈ റോക്കിക്ക് ഇത്തിരി എതിരാളികളുണ്ടായിരുന്നത് അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മറ്റേ ആട്ടുംതോലിട്ട് ചെന്നായിനെ പോലെ തന്നെ എപ്പോഴാണ് ഇടി കൊള്ളണമെന്ന് നോക്കി. 2 ഇടി എന്തായാലും റോക്കി കിട്ടണം എന്നുള്ള മൈൻഡ്, പ്രാർത്ഥനയാണ് കംപ്ലീറ്റ് പ്രാർത്ഥനയാണ്. അയ്യേ, നേഴ്സറി പിള്ളേർ തല്ലി പിടിക്കൂലേ. പുതിയതായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറയണം. എന്താണത് വെറുതെ അല്ല ഇവനൊക്കെ അവസാനം വിളിക്കാഞ്ഞത്. ഇത്രയൊക്കെ തറയതുകൊണ്ടാണ്. എന്ത് കാര്യമുണ്ട് ഇതിനൊക്കെ. അവരൊക്കെ ഏജ് അനുസരിച്ചുള്ള ഒരു പക്വതയുണ്ടാ, വയസ്സനുസരിച്ചുള്ള ഒരു പക്വത കാണിക്കണ്ടേ. ലോകത്തിലെ എല്ലാ പ്രേക്ഷകരും കാണുന്ന ഒരു പ്രോഗ്രാമല്ലേ എൻ്റെ പൊന്നു റോക്കി ബായ്. വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പോൾ അടുത്ത ഇടിയാണ്. കാരണം ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് സ്പാർക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു ഇടി ഉറപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. എൻ്റെ പൊന്നു റോക്കി, ഈ മറ്റേ പരട്ട പിള്ളേര് കാണിക്കുന്നോട്ട് എന്ത് കാര്യമുണ്ടോ? ചെറുക്കനെ പിടിച്ച് ഇടിക്കേണ്ട വല്ല കാര്യമുണ്ടോ?
എന്ത് കാര്യമുണ്ട്? ഇതൊരു ഗെയിമല്ലേ? ഒരു മാന്യത കാണിച്ചൂടെ ഗെയിമിനോട്? ചെറുക്കനെ മോത്തുടിച്ചിടിച്ച് പൊട്ടിച്ചിട്ട് ഇനി മറ്റേ അട്ടിമോങ്ങനോട്ട് മോങ്ങും, എന്നിട്ട് ആൾക്കാരുടെ മാപ്പ് പറയും. എന്തിനാണതൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഞാനിതുവരെ പറഞ്ഞത് ഒരു കോമഡി രൂപത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കിത് ശരിക്കും ഹാർട്ട് ടച്ച് ആയ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ റോക്കിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരാനുള്ള ഒരൊറ്റ സംഭവം ഇതാണ്. വളരെ മാന്യമായ രീതിയിൽ ഗെയിം കളിക്കുന്ന സിജോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഒരുപാട് പ്രമോക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയാ, ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസികമായിട്ടും. അതിനുശേഷമാണ് അത്രക്ക് പ്രഷർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിനെ പിടിച്ച് ഫൈറ്റ് ചെയ്ത് അദ്ദേഹം പിടിച്ച് ഇടിച്ചത്. വളരെ തെണ്ടിത്തരമാണ് കാണിച്ചത്. തെറ്റായ ഒരു ശൈലിയാണ്, വളരെ തെറ്റ്, വളരെ മോശമായിരുന്നു. തീർച്ചയായിട്ടും സിജോന് ഇപ്പൊ ആ സിറ്റുവേഷനിൽ തിരിച്ചടിക്കായിരുന്നു അന്തസ്സായിട്ട്. അദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഇടിച്ചില്ല. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ആ ഗെയിമിനോട്, അതായത് ബിഗ് ബോസ് ഓഫീസിനോട് അത്രയ്ക്ക് മാന്യതയുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് അതിനകത്ത് എത്തിപ്പെട്ടതെന്ന് അവനറിയാം തീർച്ചയായിട്ടും. അപ്പം അതിനൊക്കെ ഒരു ബഹുമാനം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അന്നേരം തിരിച്ചടിക്കാഞ്ഞത്. പിന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ മൂലം അദ്ദേഹം പുറത്തു പോകാൻ പാടില്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ തുറന്നു പറഞ്ഞായിരുന്നു. അതിനിടക്കൊക്കെ പോയിട്ട് മറ്റേ റോക്കി മറ്റേ പട്ടി മോങ്ങനോട്ടിരുന്ന് മോങ്ങണ്ടായിരുന്നു. പിന്നെ കുറെ ഞാൻ തല്ലി, എന്നെ തൊട്ടുകൊണ്ടാണ് ഇടിച്ചെന്നൊക്കെ പറഞ്ഞ് കുറെ അഭിനയങ്ങളൊക്കെ അയച്ചു വെക്കണ്ടായിരുന്നു. അവനെ പിടിച്ച് ഇടിച്ചിട്ട് അവൻ്റെ ധാഷ്ട്യം മാറണില്ല.